ഫോട്ടോയാ? അടുത്ത വീട്ടിലെ ഗോപികൃഷ്ണന്റെ. ഇത് എവിടുന്ന് കിട്ടി? ഈ ടെലിഫോൺ ഡയറക്ടറിക്കുള്ളിൽ ഇരുന്നതാ. ഫോട്ടോയൊക്കെ കൊള്ളാം. സൂക്ഷിച്ചും കണ്ടും വേണം പെരുമാറാൻ. അത് മമ്മി പ്രത്യേകിച്ച് പറയണോ? പെണ്ണുമ്പിള്ള ഇവിടെ കയറി വരുന്നത് എന്തിനാ? അയൽക്കാരി. എന്തു പറയാൻ? സമയം പോകാനൊരു വഴി. എന്താ അങ്ങനെ ചോദിക്കാൻ? ശരിയല്ല, ശ്രദ്ധിക്കണമെന്ന് പറയുക. കഴുകന്റെ കണ്ണ നിങ്ങക്ക്. പ്രത്യേകിച്ചും പോലീസുകാരനല്ലേ, ആരെ കണ്ടാലും സംശയമാണല്ലോ. ഞങ്ങളിപ്പോ വന്നത് എന്തിനാണെന്നോ? നാളെ ഇവരുടെ ബർത്ത്ഡേയാ. എല്ലാവരും വരണം, മറക്കരുത്. അതിനെന്താ, വരാല്ലോ. മകനെവിടെ? ഇവിടുണ്ട്, വിളിക്കാം. മോനെ ഗോപികൃഷ്ണ. ഇവര് ബർത്ത്ഡേക്ക് വിളിക്കാൻ വന്നതാ. വരണം കേട്ടോ, മറക്കല്ലേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, കുടിക്കാൻ ചായയോ കാപ്പി എടുക്കട്ടെ? അയ്യോ, ഒന്നും വേണ്ട, ഞങ്ങൾ വരട്ടെ. എന്നാ ശരി. ഗോപികൃഷ്ണ, വരാൻ മറക്കരുത്. Many happy returns of the day. Thank you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. You have it. Have you? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ പറ്റി ആലോചിക്കാൻ കൂടിയാ. ആലോചിക്കുന്നത് തെറ്റൊന്നുമില്ല, എല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. നല്ലൊരു ബന്ധം കിട്ടണമെന്ന ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് തന്നെയല്ലേ ഏതൊരു പാരന്റ്സിന്റെ ആഗ്രഹം. പൊതുവെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് പിന്നെ അങ്ങനെയല്ലേ, പ്രത്യേകിച്ച് കാക്കിക്കുപ്പായ ഇടുന്നവർക്ക്. സ്ത്രീധനമായിട്ടല്ലെങ്കിലും എന്റെ മകൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. അയ്യോ, അതിന് ചാർജ് ഒന്നും ചെയ്തുകളല്ലേ. അല്ല, നമ്മൾ ഇത്രയും പറഞ്ഞു, കെട്ടാൻ പോകുന്ന പയ്യന്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ? ചോദിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ അഭിപ്രായം തന്നെയാ അവന്റെ. വന്നല്ലോ, ചോദിക്കാനുള്ളത് ചോദിച്ചോ. ഞങ്ങൾ തമ്മിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗോപികൃഷ്ണനെ പ്രത്യേകിച്ച് എന്തെങ്കിലും? ഡാഡിയുടെ അങ്കിളുടെ ഇഷ്ടപ്രകാരം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. എനിക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഗോപികൃഷ്ണന് ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. ശരി അങ്കിൾ. വരട്ടെ.
വെച്ചിട്ടുണ്ട്. ഉം. ഹലോ. ഹലോ, സുധ. പറഞ്ഞത് മനസ്സിലായില്ലേ? നാളെ സൗകര്യമായിട്ട് അമ്പലത്തിൽ വെച്ച് കാണാമെന്ന്. കാണില്ലേ? ആ, കാണാം. ഹലോ. ഞാൻ മായയാണ്. എന്നോടെന്താ പിണക്കമാണോ? ഗോപിയേട്ടനെ കാണാതിരിക്കാൻ എനിക്ക് വയ്യ. വൈകിട്ട് ബീച്ചിൽ വരുവോ? വരാം. ഹലോ. ഗോപികൃഷ്ണനല്ലേ സംസാരിക്കുന്നത്? ഞാൻ ആരാന്നറിയോ? ഇത് ഞാനാ, രമ്യ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സന്ധ്യക്ക് പുഴയുടെ തീരത്തൊന്ന് വരുവോ? ഞാൻ ഗോപിയേട്ടനെ കാത്തിരിക്കും. വരില്ലേ? ഒന്ന് വരണേ. വരാമോ? നാശം. ഹലോ. 3 എണ്ണം മതിയോ അതോ 30 എണ്ണം വേണോ? ഞാൻ ഇതൊന്നും അറിയുന്നില്ലെന്നാണോ വിചാരം? ബീച്ചിലും പുഴയിലും കോവിലും ഒക്കെ വല്ലോളവരും വിളിച്ച പോകുമല്ലേ? ഗോപികൃഷ്ണന്റെ ലീലാവിലാസം ഞാൻ നിർത്തിത്തരാം. അത് അവളുമാർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആ, വരൂ. എന്താ മോളെ വിശേഷം? വിശേഷങ്ങളൊക്കെ പറയാം. എവിടെ അമ്മയുടെ പുന്നാരമ്മൻ, ആ മലരമ്മൻ? ഗോപികൃഷ്ണനോ? ഗോപി, എടാ നിക്കോടെ, ഇവിടെ വരാൻ. അമ്മ തന്നെ ചോദിച്ചു നോക്ക്, ടെറസില് എന്തൊക്കെ കളികളായിരുന്നെന്ന്. എന്താടാ, ഉള്ളതാണോ? അത് ടെറസിലെ പാട്ടം വിട്ട കാര്യമല്ലേ? കുന്തം വിട്ട കാര്യം. കുറെ പെമ്പിള്ളേരുമായിട്ട് സൈറ്റടിയായിരുന്നു പണി. എന്താടാ, ഉള്ളതാണോ? നേരാണോടാ? നേരാണോന്ന് ചോദിച്ചാ എടാ, നേരാണോന്ന്. ഓഹോ, അമ്മേ കണ്ടോ കണ്ടോ, ഒരു കള്ള ലക്ഷണം. ഒരു മലരമ്പന ഇറങ്ങിയിരിക്കുന്നു. മോള് സമാധാനപ്പെട്. ഇന്ന് ഇവന്റെ ഡാഡി ഇങ്ങ് വരട്ടെ. പ്ലീസ് അമ്മ ഈ കാര്യം ഡാഡിയോട് മാത്രം പറയരുത്. അതിനുവേണ്ടി ഒരു 100 ഏത്തമാണെങ്കിലും ഞാൻ ഇടാം. 1 2 മതി മതി ഏത്തോട്ടതൊക്കെ. അമ്മേ, ഇത് വേറെ സോപ്പാണ്. മോളെ, ഇവനുള്ള ശിക്ഷ എന്താന്ന് വെച്ചാ നീ തന്നെ കൊടുക്ക്. എന്നാൽ ഇവൻ പഠിക്കൂ. 4 പേരും കൂടി ചേർന്ന് പ്രേമിച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? പിന്നെ 4 അല്ല 40 പേര് ഒരേ സമയത്ത് പ്രേമിക്കും. ആ 40 എണ്ണത്തിനെ ഞാൻ കെട്ടിക്കോണം. എന്തിനാ വെറുതെ വിടുന്നത്? ചുമ്മാ കിട്ടുന്നതല്ലേ. ഞാൻ എന്താ ഹൈദരാബാദിലെ സുൽത്താനോ? സുൽത്താനോ സുൽത്തിയോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കളികളൊക്കെ നിർത്തിയില്ലെങ്കിൽ പിന്നെ ഈ രേഖ കിട്ടുമെന്ന് കരുതണ്ട. ജയലക്ഷ്മി, ജയലക്ഷ്മി. എന്തോ? ഇപ്പൊ എന്തിനാ പെണ്ണുപിള്ള വന്നിട്ട് പോയത്? ഏത് പെണ്ണുപിള്ള? ഇവിടെ വരുന്ന പ്രേമ. ഞാൻ കണ്ടില്ല. ഇവിടെ നീ എന്തെടുക്കായിരുന്നു? മുമ്പിലെ വാതിലും തുറന്നിട്ടോണ്ട്. ഞാൻ കുളിക്കായിരുന്നു. ഗോപികൃഷ്ണയുടെ അവൻ കോളേജിൽ പോയില്ലേ? പിന്നെ അവരെ ആരെയാണ് ഇവിടെ വന്നിട്ട് പോയത്? എനിക്കറിയില്ല. പിന്നെ നിനക്ക് എന്തോ അറിയാം. കാര്യവും കൊള്ളാം.
മേലിൽ എവളോട് ഇവിടെ വരാൻ പാടില്ലെന്ന് വിലക്കേക്കണം. രാധേ, രാധേ, കൊച്ചമ്മേ, എന്താ വിളിച്ചത് കേട്ടില്ലേ? ഞാൻ കുളിക്കാൻ കയറിയപ്പം ആ പ്രേമ ഇവിടെ വന്നിട്ട് പോയോ? ഞാൻ കണ്ടില്ല. അവൾ വന്നതും പോയതും നീ കണ്ടില്ല? ഇല്ല. പിന്നെ എന്തിനാ നിന്നെയൊക്കെ ഇവിടെ? ചീത്ത കേൾക്കാൻ ഞാനും. മോശം. ഉണ്ട്, അവന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവും. അതും കൂടി പരിഗണിച്ച് വേണം എല്ലാം ചെയ്യാൻ. അച്ഛൻ പോലീസ് SP, ഭാര്യയുടെ അച്ഛൻ അസിസ്റ്റന്റ് ഇൻകം ടാക്സ് കമ്മീഷണർ, മകൻ ലായർ. കൊള്ളാം. അവിടെ നിന്നേ. ഇതെന്താ ശത്രുവാണോ? കണ്ടവർക്കൊക്കെ തോന്നുമ്പോ കയറി ഇറങ്ങാൻ. ദേ, ഇത് അത്തരത്തിലുള്ള വീടല്ല. അതുകൊണ്ട് മേലിൽ ഇവിടെ വരരുത്. പറഞ്ഞേക്കാം. ഇതെന്താ ശത്രുവാണോ? തോന്നുമ്പോ കണ്ടവർക്കൊക്കെ കയറി ഇറങ്ങാൻ. ദേ, ഇത് അത്തരത്തിലുള്ള വീടല്ല. അതുകൊണ്ട് മേലിൽ ഇവിടെ വരരുത്. പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വരും. ആര് വിളിക്കാനും ഞാൻ വരും. എനിക്ക് ഗോപികൃഷ്ണനെ കാണണം. കണ്ടേ മതിയാകൂ. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തുകൊണ്ട് നന്നായി മുഖത്ത് നോക്കി പറഞ്ഞത്? ഇത് നേരത്തെ വേണ്ടിയിരുന്നു. അടുത്ത വീട്ടുകാരെന്ന് കരുതി 24 മണിക്കൂർ ഒരു വീട്ടിൽ കയറി ഇറങ്ങാന്ന് വെച്ചാ? പ്രായമായ ചെറുക്കനുള്ള വീട്. ആളുകൾ അതും ഇതും പറയാൻ അധികനേരം വേണ്ട. ഇനി അവൾ ഇവിടെ വരില്ല. അത്ര കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരാതിരുന്നാ കൊള്ളാം. നീയും കൃഷ്ണയുമായുള്ള വിവാഹം ഡാഡി സംസാരിച്ച് ഉറപ്പിച്ചെന്ന്. നല്ലൊരു ദിവസം നോക്കി എത്രയും പെട്ടെന്ന് വിവാഹം നടത്താമെന്നാ അവര് പറയുന്നത്. എന്റെ മോള് അമ്പിളിയമ്മാവനെ തന്നെ നോക്കി പിടിച്ചല്ലോ. പോ മമ്മി, കളിയാക്കാതെ. ഞാൻ മമ്മിയുടെ മോള് തന്നെയല്ലേ. എനിക്കുമില്ലേ വാശി, ആഗ്രഹിച്ച കാര്യം സാധിക്കണമെന്ന്. പിന്നെ നിന്റെ ഒരു വാശി. എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഗോപി, ഗോപി, ഗോപി.